നമസ്തേ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോണ കഥയുടെ പേരാണ് നങ്ങിയിലും ഭൂതവും. കൂട്ടുകാരെ, നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോരക്കണ്ണുകളും വലിയ കൊമ്പലും തൂങ്ങിയാടുന്ന ചെവികളും ഉള്ള ഭൂതത്തിനെ, മനുഷ്യരെ കൊന്നു തിന്നുന്ന ഭൂതത്തിനെ. അങ്ങനെയുള്ള ഒരു ഭൂതത്തിൻ്റെയും സ്വന്തം മകനെ പ്രാണനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരമ്മയുടെയും കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോണത്. പണ്ട് പാറക്കെട്ടിൻ്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെയെല്ലാം വഴി തെറ്റിച്ച് കൊണ്ടുപോയി പച്ചിക്കയായിരുന്നു അതിൻ്റെ പതിവ്. പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് വഴിപോക്കരോട് പലതും ആവശ്യപ്പെടും. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു നമ്പൂതിരി മൃഷ്ടാനം ഭക്ഷണവും കഴിച്ച് വരികയായിരുന്നു. അപ്പോഴതാ പൂമരച്ചോട്ടിൽ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണവും നടത്തി ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം മലമുകളിലേക്ക് പോയി. അങ്ങനെ പോയ നമ്പൂതിരി പിന്നെ ആരും കണ്ടില്ല. ആ ഇടയ്ക്കാണ് കുന്നിൻ ചെരുവിലെ നങ്ങീലിയുടെ മകൻ എഴുത്തു പഠിക്കാൻ പോയത്. നല്ല തങ്കക്കുടം പോലത്തെ കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിന് ഒരാശ. ഈ കുട്ടിയെ തനിക്ക് വളർത്തിയാലെന്ത്? ഭൂതം ഒരു പെൺകിടാവിൻ്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതെ നങ്ങേലി മലമുകളിൽ അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് ആ വഴി വന്ന ചാത്തനെ കണ്ടത്. നങ്ങേലി ചാത്തനോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ എങ്ങാനും കണ്ടോ ചാത്ത? അപ്പോൾ ചാത്തൻ പറഞ്ഞു, ഉവ്വ തമ്പുരാട്ടേ, മലമുകളിൽ കളിക്കുന്ന കണ്ടു. കൂടെ ഒരു കൊച്ചമ്പ്രാട്ടിയും ഉണ്ടായിരുന്നു. മലമുകളിലെ ഭീകരനായ ഭൂതമാണ് തൻ്റെ ഉണ്ണിയെ കൊണ്ടുപോയതെന്ന് നങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. നങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിൻ്റെ അടുത്തേക്ക് പോയി. അല്ലയോ കുന്നിൻ ചെരി, അല്ലയോ മലമുകളിലെ ഭൂതമേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ. ഉണ്ണിയുടെ അമ്മ വന്നെന്നറിഞ്ഞ ഭൂതം എന്ത് ചെയ്തെന്നോ? കൊടും കാറ്റായി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നങ്ങേലി പതറിയില്ല. ഭൂതം പല മായാവിദ്യകളും കാട്ടി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നങ്ങേലി ഒരടി പോലും പുറകോട്ട് പോവാൻ തയ്യാറായില്ല. അവസാനം ഭൂതം പറഞ്ഞു, നിന്റെ 2 കണ്ണുകളും ചൂഞ്ഞെടുത്ത് എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാവ അമ്മ തൻ്റെ ഉണ്ണിയെ കിട്ടാൻ തൻ്റെ 2 കണ്ണുകളും ചൂഞ്ഞെടുത്ത് ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിൻ്റെ സൂത്രം കേൾക്കണോ? അമ്മയ്ക്ക് കണ്ണില്ലാതെ ആയല്ലോ. ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ച് മന്ത്രം ജപിച്ച് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി കൊടുത്തു. നങ്ങേലി തൻ്റെ ഉണ്ണിയെ തലോടി. അപ്പൊ നങ്ങേലിക്ക് മനസ്സിലായി, ഇത് തൻ്റെ ഉണ്ണിയല്ലെന്ന്. ഒരു പെറ്റമ്മയെ വഞ്ചിച്ച ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. നങ്ങേലി ഉടനെ ശപിക്കാൻ തുടങ്ങി. ഒരു പെറ്റമ്മയുടെ ശാപം തനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ 2 കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു നൽകി. കുഞ്ഞിനെ വേർപിരിയാനായിട്ടുള്ള ഭൂതത്തിൻ്റെ വിഷമം മനസ്സിലാക്കിയ നങ്ങേലി വർഷത്തിലൊരിക്കൽ കുഞ്ഞിനെ കാണാൻ അനുവാദം നൽകി. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ അമ്മമാർ നമ്മെ തല്ലും ശകാരിക്കുകയും ചെയ്യും. അതൊക്കെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയോടുള്ള സ്നേഹം മക്കൾക്കില്ലെങ്കിൽ മക്കൾ ഒരിക്കലും നന്നാവില്ല. നന്ദി, നമസ്കാരം.